ഒരു മുഖ്യമന്ത്രിയായാൽ അതിൻ്റെതായ ബോധം വേണം. താൻ എന്താണ് ചെയ്യുന്നത് പറയുന്നത് എന്നത് തിരിച്ചറിയാനുള്ള സാമാന്യ മര്യാദ ഉണ്ടാകണം. അതെങ്ങനെ ഓർമ്മ പോയതിനൊക്കെ മുഖ്യമന്ത്രിയാക്കിയിട്ട് BJPക്ക് പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞ ദിവസം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിയമനക്കത്ത് നൽകുന്നതിനിടെ ഒരു യുവതിയുടെ ഹിജാബ് വലിച്ചു മാറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പൊതുവേദിയിൽ ആചാര ലംഘനം നടത്തിയ മുഖ്യമന്ത്രിയെ ചാട്ടവാറ് പഴിപ്പിച്ച് അടിക്കണം. മുസ്ലിം വിരോധികളായ BJPക്കാർ പോലും ഇങ്ങനെ പൊതുമധ്യത്തിൽ മണ്ടത്തരം ചെയ്യാറില്ല. ഇനി ഹിജാബ് വലിച്ചൂരി BJPയുടെ പ്രീണനം കിട്ടാനാണോ നിതീഷ് ചെയ്തത് എന്നും അറിയത്തില്ല. എന്തായാലും നിതീഷിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവസാന ആണിയടിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞു. നിഖാബ് വലിച്ചൂരിയ സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ പരാതി കിട്ടിയിരിക്കുകയാണ്. മെഹബൂബ മുഫ്തിയുടെ മകളും PDP നേതാവുമായ ഇൽജിദ മുഫ്തിയാണ് നിതീഷിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ശ്രീനഗറിലെ കൊത്തിഭാഗ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇൽജിദ പരാതി നൽകിയത്. മുസ്ലിം വിഭാഗത്തെ നിതീഷ് അപമാനിച്ചുവെന്നും സംഭവത്തിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നും ഇൽജിദ മുഫ്തി പറഞ്ഞിട്ടുണ്ട്. 1000-ഓളം ആയുഷ് ഡോക്ടർമാർക്ക് നിയമനക്കത്ത് വിതരണം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു നിതീഷ് കുമാർ വനിതാ ഡോക്ടറുടെ നിഖാബ് വലിച്ചു മാറ്റിയത്. നിതീഷ് എന്തോ ചോദിച്ചുകൊണ്ട് യുവതിയോട് സംസാരിക്കുന്നതിന് പിന്നാലെ ആ നിഖാബ് മാറ്റുന്നതുമാണ് ദൃശ്യങ്ങൾ കണ്ടത്. നുസ്രത്ത് പർവീൻ എന്ന ഡോക്ടർ നിയമനക്കത്ത് വാങ്ങാനായി എത്തിയപ്പോൾ മുഖ്യമന്ത്രി എന്താണെന്ന് ചോദിച്ച ശേഷം യുവതിയുടെ നിഖാബ് താഴേക്ക് പെട്ടെന്ന് വലിക്കുകയാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ സംഭവത്തിനിടയിൽ നിതീഷ് കുമാറിന്റെ സമീപം നിന്നും ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി പെട്ടെന്ന് ഇടപെടാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതേയില്ല. സംഭവത്തിൽ നിതീഷ് കുമാറിനെതിരെ വിമർശനവുമായിട്ട് RJDയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. നിതീഷ് കുമാറിന്റെ മാനസികാരോഗ്യം അസ്ഥിരമാണെന്ന തരത്തിലാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ എന്ത് തരം രാഷ്ട്രീയമാണ് JDയും BJPയും നടത്തുന്നത് എന്ന് ഈ സംഭവത്തിൽ വ്യക്തമാകുന്നുണ്ട് എന്നാണ് RJD വക്താവ് ഇജാസ് അഹമ്മദിന്റെ വിമർശനം. നീചവും നാണം കെട്ടതുമായ പ്രവൃത്തി എന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് വിഷയത്തിൽ യുവതിയെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നിരുന്നു. നിതീഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ടാണ് ഗിരിരാജ് സിംഗ് സംസാരിച്ചത്. നിതീഷ് കുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങാൻ പോകുമ്പോൾ മുഖം കാണിക്കേണ്ടെന്നുമാണ് സിംഗിന്റെ ചോദ്യം. ഇത് ഇസ്ലാമിക രാഷ്ട്രമല്ല എന്നും ഈ രാജ്യത്ത് ഒരു നിയമമുണ്ടെന്നും പറഞ്ഞ ശേഷമായിരുന്നു അധിക്ഷേപ പരാമർശം. ഒരാൾ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ മുഖം കാണിക്കേണ്ടി വരില്ലേ? എയർപോർട്ടിൽ പോകുമ്പോൾ മുഖം കാണിക്കേണ്ടി വരില്ലേ? ഇത് ഇന്ത്യയാണ്, പാകിസ്ഥാനല്ല. ഇവിടെ ഒരു നിയമമുണ്ട്. അവർ വേണമെങ്കിൽ ജോലി സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ വല്ല നരകത്തിലും പോകട്ടെ എന്നായിരുന്നു ഗിരിരാജിന്റെ അധിക്ഷേപ പരാമർശം. അതേസമയം ഈ നിഖാബ് വലിച്ചൂരിയ നടപടിയിൽ വിവാദമായതോടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ജനരോക്ഷം വ്യാപകമായതിനു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഭീഷണികൾ വന്നു തുടങ്ങിയതോടെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. ഇന്റലിജൻസ് ഏജൻസികളുടെ ഉപദേശപ്രകാരമാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. DGP, സ്പെഷ്യൽ സെക്യൂരിറ്റി ഗ്രൂപ്പിന്റെ തലവന്മാർ എന്നിവർ നിതീഷിന്റെ നിലവിലെ സുരക്ഷ വിലയിരുത്തുകയും വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. നിതീഷിനെ കാണാനെത്തുന്ന ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാനും പോകുന്നിടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്.